ഡോക്ടർ പത്രോസ്, പരുത്തുവേൽ ഹോസ്പിറ്റലിൽ അസ്ഥിരോഗ ചികിത്സാ വിഭാഗത്തിൻ്റെയും നട്ടെല്ല് രോഗചികിത്സാ വിഭാഗത്തിൻ്റെയും തലവനായി പ്രവർത്തിക്കുന്നു. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഡിസ്ക് പ്രൊലാപ്സിന് ആയുർവേദത്തിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? ഡിസ്ക് പ്രൊലാപ്സിനെ ആയുർവേദ രീതിയിൽ ഞങ്ങൾ കാണുന്നത് ചിരവിമുക്ത സന്ധി എന്ന ഒരു രോഗമായിട്ടാണ്. ചിരവിമുക്ത സന്ധി എന്ന് പറഞ്ഞാൽ ദീർഘകാലമായിട്ട് സ്വസ്ഥാനത്ത് നിന്ന് തെറ്റി മറ്റൊരു രീതിയിൽ തള്ളി നിൽക്കുന്ന ഒരു സന്ധിയാണ് ചിരവിമുക്ത സന്ധി. ചിരവിമുക്ത സന്ധിയുടെ ചികിത്സ ആയുർവേദ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നത് ശരീരം നല്ലപോലെ സ്നിഗ്ധമാക്കി വേർപ്പിച്ച് അസ്ഥിസന്ധികൾ നല്ലപോലെ ഇളതാക്കി അതിനെ യഥാസ്ഥാനത്ത് പിടിച്ച് നേരെയിട്ട് ബന്ധനം ചെയ്യണം. ഡിസ്ക് പ്രൊലാപ്സിന് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് കായസേകം, അതായത് ഓയിൽ ധാര, അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ശരീരം മുഴുവൻ സ്നിഗ്ധമാക്കുക എന്നുള്ളതാണ്. വേർപ്പിക്കുന്ന ഒരു പ്രക്രിയ കൂടി അതിൻ്റെ കൂടെ നടക്കും. അത് 14 ദിവസം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കടിവസ്തി, പിജു, ഉപനാഹസ്വേദം, ട്രാക്ഷൻ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പുതിയ മെഷീൻ ഞങ്ങൾക്കുണ്ട്. RSD എന്ന് പറയും, അതായത് റോബോട്ടിക് സ്പൈനൽ ഡീകംപ്രഷൻ. അത് നമുക്ക് ഏത് ഡിസ്കാണോ പ്രൊലാപ്സ് ചെയ്തിരിക്കുന്നത് ആ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്കിന് മാത്രം ട്രാക്ഷൻ കൊടുക്കാനുള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എക്യുപ്മെൻ്റ് ആണ്. കൂടുതൽ ഫലവത്തായിട്ട് നമുക്കത് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. 90% രോഗികൾക്കും ആ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ വേദനയ്ക്ക് ഒത്തിരി ആശ്വാസം കിട്ടാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് തീരുന്ന 14ാമത്തെ ദിവസം രോഗിക്ക് അല്പം സെഡേഷൻ കൊടുത്തതിന് ശേഷം തള്ളി പുറത്തേക്ക് പോയി ഡിസ്ക് നേരെ വലിച്ചിടുകയും അതിനുശേഷം നട്ടെല്ല് കംപ്ലീറ്റ് ഇമ്മൊബിലൈസ് ചെയ്യാൻ ഭാഗത്തിന് നമ്മൾ പ്ലാസ്റ്റർ ഇടുകയും ചെയ്യും. ആ പ്ലാസ്റ്റർ ഇട്ട അന്ന് മുതൽ 1 മാസം പേഷ്യൻ്റ് റീറ്റെയിൻ ചെയ്യണം. പ്ലാസ്റ്റർ ഇടുന്നതിന് 2-3 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, നട്ടെല്ലിൻ്റെ പൊസിഷൻ നേരെയാക്കാൻ. ചില ആളുകൾക്ക് നട്ടെല്ല് വേദന വരുമ്പോൾ നട്ടെല്ലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വളവ് നഷ്ടപ്പെട്ടിട്ട് സ്ട്രെയിറ്റായി നേരെയായി പോകും. അത് മസിൽ സ്പാസം കൊണ്ട് വരുന്ന ഒരു തകരാറാണ്. അത് കറക്റ്റ് ചെയ്യാനും, അതുപോലെ സ്കോളിയോസിസ്, ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് ചിലർക്ക്, അതെല്ലാം കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റർ ഇടുന്നത്. ഇതാണ് നട്ടെല്ല് വേദനയ്ക്ക് ഞങ്ങൾ ചെയ്യുന്ന ഒരു സാധാരണ ചികിത്സ.